അപ്പൊ കാലത്ത് നേരത്തെ എണീറ്റ് കുളിച്ച് മുണ്ടുടുത്ത് ഒരു ചന്ദനക്കുറിയും തൊട്ട് നമ്മൾ നേരെ പോവാണ്. സോ ദിസ് ഇസ് ഡേ 2 ഇൻ കേരള. നമ്മുടെ വിഷ്ണു ചേട്ടന്റെ കല്യാണ ദിവസമാണെന്ന്. എപ്പോഴത്തെയും പോലെ പതിവ് തെറ്റിക്കാണ്ട് ഞാനും അമ്മ തന്നെയാണ് എല്ലായിടത്തും ഫസ്റ്റ് എത്തിയിട്ടുള്ളത്. സോ നേരത്തെ വന്നുകൊണ്ട് ഈ ചടങ്ങുകളും കാര്യങ്ങളും കാണാൻ പറ്റി. അപ്പോൾ ഇതാണ് വിഷ്ണുവിന്റെ അച്ഛനും അമ്മയും, ഇതാണ് അവരുടെ ഫാമിലി, ഇതാണ് അമ്മേച്ചി. അമ്മേച്ചിയുള്ള സുന്ദരിയാണ് കിട്ടുന്നത്. അപ്പൊ ഒന്ന് കല്യാണം നടക്കുന്നത് ഗുരുവായൂർ വെച്ചിട്ടാണ്. എന്റെ കഷ്ടകാലം എന്ന് പറയാലോ. എനിക്ക് കല്യാണം കാണാൻ പറ്റിയില്ല. ഞാൻ വലിയ കാര്യത്തിൽ നാട്ടിലേക്ക് വന്നതുപോലെ ഈ ഗുരുവായൂർ പോവുക, ഗുരുവായൂർ പോയി കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാന്ന് വെച്ചിട്ടായിരുന്നു. കാരണം ഇതുപോലത്തെ വല്ല കല്യാണ ചടങ്ങുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഗുരുവായൂരൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റാറുള്ളൂ ഇപ്പോൾ. പക്ഷെ എന്ത് ചെയ്യാനാ, ഇന്ന് എന്തോ കഷ്ടകാലത്തിന് ഗവൺമെന്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അങ്ങോട്ട് കടത്തി വിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചെറുക്കനും പെണ്ണും കെട്ടൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 12 മണിയായി. ഞാനാണെങ്കിൽ 10 മണിക്ക് ഇവിടെ വന്നിരിക്കുന്നതാ. ഞാൻ വന്ന സമയത്ത് തന്നെ ഒറ്റ ആളുണ്ടായിരുന്നില്ല. പിന്നെ ഇവരൊക്കെ വന്ന് ബാക്കി ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ഞാൻ ഫോട്ടോ എടുക്കാൻ പോലും നിന്നില്ല, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അവിടെ ഞാൻ നേരെ വിട്ട് ഫുഡ് കഴിക്കാൻ പോയപ്പോഴാണെങ്കിൽ അവിടെ അതിനേക്കെ തിരക്ക്. പിന്നെ കുറച്ച് ടൈമൊക്കെ എടുത്ത് എങ്ങനെയൊക്കെ ഉള്ളിൽ കയറി. അപ്പൊ പിന്നെ ഗുരുവായൂർ കയറാൻ പറ്റാത്തതിന്റെ വിഷമം സദ്യ കഴിച്ചോട് തീർക്കാന്ന് വെച്ചു. കാരണം ഞാൻ സദ്യ കഴിച്ചിട്ട് ഒരുപാട് കാലമായി. പിന്നെ ഒരുപാട് കാലമായതുകൊണ്ടാണ് ഫുഡിന്റെ ക്വാളിറ്റി ഉണ്ടാവില്ല. എന്തായാലും ഫുഡ് അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഈ അടുത്ത കാലത്ത് ഇത്ര നല്ലൊരു സദ്യ കഴിച്ചിട്ടില്ല. അങ്ങനെ പായസമൊക്കെ കഴിച്ച് ഞാൻ ഇല മടക്കി വെച്ചു. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് റിസപ്ഷനാണ്. റിസപ്ഷനിൽ പോകാൻ നേരം നിന്നപ്പോഴായിരുന്നു ഞാൻ വേറെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല എന്ന് എനിക്ക് ഓർമ്മ വന്നത്. എന്നാലും കുഴപ്പമില്ല, കയ്യിൽ കിട്ടി ഏതോ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞാനിങ്ങോട്ട് പോന്നു. പിന്നെ ചെറുക്കനും പെണ്ണും വരാൻ ഇപ്പോഴും കുറച്ച് ലേറ്റായി. അവിടെയും നമ്മൾ തന്നെ ഫസ്റ്റ് എത്തിണ്ടായിരുന്നത്. എന്നാലും കുഴപ്പമില്ല, അവിടെ അത്യാവശ്യം ടൈം എടുത്തിട്ടാണെങ്കിലും നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നെ കേക്ക് മുറിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ അടുത്ത പരിപാടിക്ക് പോയി. ഫുഡിങ് അത് വിട്ടൊരു കളിയില്ലല്ലോ. വെഡിങ് വ്ലോഗാണെന്നും പറഞ്ഞത് ഫുഡിങ് വ്ലോഗാണുള്ളത് കേസ് നിങ്ങളൊന്നും പറയരുത്. കാരണം വേറെ ഷോർട്സ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പിന്നെ ഭക്ഷണം കഴിഞ്ഞിട്ട് ഐസ്ക്രീമും കുത്തിക്കയറ്റി. ഞാനങ്ങനെ കഴിക്കാറില്ല. പിന്നെ കല്യാണത്തിന് വന്നു കഴിഞ്ഞാൽ അത് മാൻഡേറ്ററി ആണല്ലോ. അമ്മയാണെങ്കിൽ 2 തവണ ഐസ്ക്രീം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് രാത്രി എങ്ങനെ പോലെ എന്നെ ഉറങ്ങാൻ സമ്മതിക്കാൻ എനിക്ക് ഉറപ്പായിരുന്നു. കാരണം അമ്മയ്ക്ക് തണുപ്പ് വെച്ചാൽ ഭയങ്കര സീനുള്ളതാ. ചോദിച്ചപ്പോൾ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലാന്ന്. ഇന്ന് രാത്രി കണ്ടറിയാം. എന്തായാലും ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.